Hi guys, again with ഒരു പഞ്ചസാര കഥ. കുറച്ച് പഞ്ചാര അടിക്കാം. ഈ ഈ ഡയബറ്റിക് പേഷ്യൻസ് എല്ലാം വളരെ ചാരിതാർത്ഥ്യത്തോടുകൂടെ, അങ്ങനെയല്ലേ പറയുന്നത്, ചാരിതാർത്ഥ്യത്തോടെ ചെയ്യുന്നൊരു കാര്യമുണ്ട്. ഈ നല്ലൊരു ബിരിയാണി കഴിച്ചിട്ട് അല്ലെങ്കിൽ 4-5 ഇഡലി കഴിച്ചിട്ട് ഒരു ഗ്ലാസ് ചായക്കകത്ത് പഞ്ചസാര ഇടാതെ കുടിക്കും. എന്നിട്ട് നമ്മൾ ഉറച്ച് പറയും പഞ്ചസാര ഇടാത്ത ചായ. നമ്മൾ ഡെയിലി എടുക്കുന്ന പഞ്ചസാര ഷുഗറിനെ വെച്ച് നോക്കുമ്പോൾ ഈ ചായയിലിടുന്ന ആഡഡ് ഷുഗർ, കുറച്ച് പഞ്ചസാര ഒന്നുമല്ല, നമ്മൾ അതിലും ഭീകരമായിട്ടാണ് ഡെയിലി എടുക്കുന്നത്. അതിന് നമ്മൾ ഹിഡൻ ഷുഗേഴ്സ് എന്ന് പറയും. നമ്മൾക്കത് കാണാൻ പറ്റില്ല. നമ്മൾ ഈ ചായയിൽ പഞ്ചസാര ഇടുമ്പോൾ നമുക്കത് കാണാൻ പറ്റും. പക്ഷെ ഹിഡൻ ഷുഗേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ ഷുഗർ നമുക്ക് കാണാൻ പറ്റില്ല. ഹിഡൻ ഷുഗേഴ്സ്, ഒളിഞ്ഞിരിക്കുന്ന, അങ്ങനെ ഹിഡൻ ഷുഗേഴ്സ്, ഒളിഞ്ഞിരിക്കുന്ന പഞ്ചസാര ഉള്ള സാധനങ്ങളാണ് ദോശ, ഇഡ്ഡലി, അപ്പം, പുട്ട്, വെളുത്ത റൈസ്. പിന്നെ നമ്മൾ സംസ്കരിച്ച ഗോതമ്പ് ഉണ്ടാക്കുന്ന ചപ്പാത്തി, പൊറോട്ട, ഇതിനകത്തെല്ലാം ഷുഗേഴ്സ് ഉണ്ട്. പിന്നെ ഇതെന്തുവാ, കേക്ക്, ബിസ്ക്കറ്റ്, നമ്മൾ ഇൻക്ലൂഡിങ് മീ, ഞാനും ഇതൊക്കെ കഴിച്ചിട്ട് അവസാനത്തെ ചായ പഞ്ചസാര ഇടരുത് നമ്മൾ ഉറക്കെ പറയും. ഇറ്റ്സ് എ ബിഗ് മിസ്റ്റേക്ക്. പഞ്ചസാര ഇട്ട് ചായ കുടിക്കണം, അത് കുടിക്കാമെന്നല്ല, അതിനേക്കാളും വലിയ അപകടകാരികളാണ് ഈ ഒരു ഇഡ്ഡലി 1 സ്പൂൺ പഞ്ചസാരയ്ക്ക് ഈക്വൽ എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പോൾ പിന്നെ നിങ്ങൾ ചോദിക്കും, പലരോടും ഇത് പറയുമ്പോൾ പലരും എന്നെ ഇൻസൾട്ട് ചെയ്യും, ദേഷ്യപ്പെടും. എൻ്റെ വീട്ടിലുള്ളവർ ഇവളൊന്നും കഴിക്കാൻ സമ്മതിക്കത്തില്ല എന്ന് പറയും. മനസ്സിലായോ? അപ്പോൾ അതെന്താ നമ്മൾ പറയുന്നതെന്ന് വെച്ചാൽ, നമ്മളെ കുടുംബത്തിൽ നമുക്ക് അന്നം കൊണ്ടുതരുന്ന ഒരാളെ ഈ അസുഖം ബാധിച്ച് ഒരു 15 വർഷം കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് വരും. മനസ്സിലായില്ലയോ? അപ്പോൾ ഡയാലിസിസ് എന്ന് കേൾക്കുമ്പോൾ അത് കേൾക്കുമ്പോൾ ഒരാളുടെ മുഖത്തുണ്ടാകുന്ന വ്യത്യാസം ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. മാസങ്ങളായി ഉണങ്ങാത്ത മുറിവുകൾ. ഇതൊക്കെയാണ് പിന്നെ കോംപ്ലിക്കേഷൻസായി. കാഴ്ച, വിയർപ്പ് വരില്ല, പിന്നെ ഇങ്ങനെ ഒരുപാട് കോംപ്ലിക്കേഷൻസിനെ പിന്നെ പറഞ്ഞുതരാം. അപ്പോൾ ഇതൊക്കെ ചെറുത്ത് നിർത്താൻ നമ്മളെ കൊണ്ട് കഴിയും. നമുക്ക് നന്നായിട്ട് ജീവിച്ചു പോകാൻ പറ്റും. ഒരു സമയത്ത് ഞാനും ഇതിനെക്കുറിച്ചൊക്കെ അറിഞ്ഞിട്ടും നമുക്ക് ഈ സ്ട്രെസ്സ് വലിയൊരു ഫാക്ടറാണ് ഷുഗർ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതിനിപ്പോൾ എന്താ പരിഹാരം എന്ന് വെച്ചാൽ, പണ്ട് കാലങ്ങളിൽ നമ്മൾക്ക് കിലോമീറ്റേഴ്സോ നടന്ന് ഉണ്ട്, വണ്ടികൾ കുറവാണ്, അരയ്ക്കണം, ആട്ടുകല്ല് ഇടിക്കണം, പൊടിക്കണം, ഇതൊക്കെ നമുക്ക് ജോലിയുണ്ട്. ആ സമയത്ത് അത്രയും കലോറീസ് വേണം എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ ഒരു തട്ടം ചോറ് കഴിച്ചു തുടങ്ങിയത്, ഒരു പ്ലേറ്റ് ചോറ്. ഇപ്പോൾ നമുക്കതൊന്നുമില്ല. പിന്നെ ഈ ചോറെല്ലാം കൂടെ ചെന്നിട്ട് എന്തോ ചെയ്യും? അപ്പോൾ ഈ പറയുന്ന സാധനങ്ങൾക്ക് പകരം ഉള്ള ഇതുണ്ട്. ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അതിനകത്തും അത് നമ്മൾ സൂക്ഷിച്ച് എല്ലാം കൂടെ മിക്സ് ചെയ്തൊക്കെ ഒരു പരുവത്തിൽ പോകണം. ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, കഴിക്കാൻ പറ്റിയ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഉണ്ട്. നമുക്ക് ഒരു പ്ലേറ്റ്, അതിനൊരു പ്ലേറ്റ് ഉണ്ട്. ഒരു പ്ലേറ്റ് എങ്ങനെ ആയിരിക്കണം? നമുക്ക് ഇപ്പം ഈ വീട്ടിലല്ലാത്തവർ, ജോലി സ്ഥലത്തൊക്കെ ഉള്ളവർക്ക് ഈ ഹൈപ്പർ മാർക്കറ്റുകളിലെല്ലാം ഇപ്പോൾ സാലഡ്സ് കിട്ടുന്നുണ്ട്. വെള്ളരിക്ക നമുക്ക് ഒരു നേരം കഴിക്കാം. മുട്ട നമുക്ക് കഴിക്കാം. ഇനി പാവം നമ്മുടെ കൊളസ്ട്രോളിനെ എല്ലാവരും കൂടെ പറഞ്ഞ് ഒരു ഭീകരനാക്കി. കൊളസ്ട്രോളിനെ കൊളസ്ട്രോൾ 200 ആക്കി. അങ്ങനെ ഈ മുട്ട ഡയബറ്റീസിനെ കൺട്രോൾ ചെയ്യുമെന്ന് പറയുന്നത്. ഈ കൊളസ്ട്രോൾ ഒരു ഭീകരനല്ല, അതിന് 10-14 ഫങ്ഷൻസ് ഉണ്ട് ബോഡിയിൽ. നമ്മുടെ ഇമ്മ്യൂണിറ്റി
എക്ക് സഹായിക്കുന്ന ഒന്നാണ് കൊളസ്ട്രോൾ. പിന്നെ എങ്ങനെ കൊളസ്ട്രോൾ വില്ലനായി? പ്ലീസ് ലൈക്ക് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ മീ പറഞ്ഞുതരാം. ഓക്കെ, ബൈ.